വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ട്വിസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് പിന്നെ വപ്പും ഒക്കെ വെക്കുമെന്ന് പറയല്ല. മീശയും കേശയൊക്കെ വെച്ച് വരുമ്പോൾ എൻ്റെ മീശ ഇല്ലാതെ പോകും. അതുകൊണ്ട് നമുക്ക് സത്യസന്ധമായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ പറയും. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം സത്യസന്ധമായിട്ട് നിങ്ങൾ പറയുകയും ചെയ്യുക. ഇനി എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം. ഏത് വിഷയമാണ് നമുക്ക് വേണ്ടത്? സെക്രട്ടറി, കഴിഞ്ഞ കുറച്ച് നാളുകളായി CPM സംസ്ഥാന സെക്രട്ടറി SNDPക്കും അങ്ങനെതിരെ വളരെ ശക്തമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇന്ന് അതായത് SNDP അതിന്റെ ഒരു പാരമ്പര്യം മറന്നുകൊണ്ട് സംഘപരിവാർ അജണ്ടയിലേക്ക് ചെന്ന് വീണു എന്നുള്ളതാണ് CPMന്റെ പ്രധാനപ്പെട്ട ആരോപണം. അത് സ്വാഭാവികമായിട്ടും ഗോവിന്ദൻ മാസ്റ്റർ പറയേണ്ടതാണ്. കാരണം ഒരു പരാജയം ഇവിടെ വന്നു. ആ പരാജയം മരണപ്പെടുത്തുകയും ആ പരാജയത്തിൻ്റെ കണ്ടെത്തലുകൾ യഥാർത്ഥമായിട്ട് എന്താണെന്ന് മാസ്റ്റർക്കറിയാം, പാർട്ടി അണികൾക്കറിയാം. പക്ഷെ അത് പൊതുജനങ്ങളിൽ പരസ്യമായിട്ട് എല്ലാം പറയാനൊക്കത്തില്ല. ചിലതൊക്കെ പറയാനൊക്കത്തുള്ളൂ. അപ്പോൾ ഇതുവരെ SNDP യോഗത്തെ പറ്റിയോ SNDPയെ പറ്റിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നതയിലുള്ള ആരും വോട്ട് കൊടുത്തെന്നോ വോട്ട് കൊടുത്തില്ലെന്നോ പറയാറില്ല, പറഞ്ഞിട്ടില്ല. അതിനകത്ത് NSSൻ്റെ കിട്ടി, മുസ്ലിം ലീഗിൻ്റെ കിട്ടി, അല്ലെങ്കിൽ ക്രിസ്ത്യാനിൻ്റെ കിട്ടിയില്ല എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ വളരെ സന്തോഷമുണ്ട്. ഇപ്പം ഞങ്ങൾ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതൊരു അംഗീകാരമാണ്. ഇതുവരെ അതിനെപ്പറ്റി ഒന്നും പറയും, ഈ സമുദായത്തിൻ്റെ വോട്ട് കിട്ടിയെന്നോ കിട്ടിയില്ലെന്നോ ഒന്നും പറയാതെ ഇത് കൃത്യമായി അവർക്ക് കിട്ടുന്നതായതുകൊണ്ട് അതിനെപ്പറ്റി പ്രസക്തമല്ലാതെ വിട്ടിരുന്നുവെങ്കിൽ ഇന്നൊരു പ്രസക്തമാണ് ആ സമുദായം എന്ന് മാഷക്ക് മനസ്സിലായി എങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. മാഷ് പറഞ്ഞത് ശരിയാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനകത്ത് കാവി മൂടാൻ ആരെയും ഞാൻ സമ്മതിക്കല, ചുവപ്പ് മൂടാനും ഞാൻ ആരെയും സമ്മതിക്കല. എന്നാൽ ഇതിനകത്ത് ചുവപ്പുകാരും കാവിക്കാരും എല്ലാ കാര്യവും നക്സൽ തൊട്ട് ലീഗുകാരും വരെ ഈ SNDP യോഗത്തിനകത്തുണ്ട്. SNDP യോഗം ഒരു സമുദായ സംഘടനയാണ്, രാഷ്ട്രീയ സംഘടനയല്ല. ആ സമുദായത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ഒന്നിച്ചു നിർത്തുക എന്നുള്ളതല്ലാതെ അതിനകത്തുള്ള അംഗങ്ങൾക്ക് അവരവരുടേതായ രാഷ്ട്രീയ അഭിപ്രായം അനുസരിച്ച് വരാം. പക്ഷേ സമുദായത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്നിച്ച് നിൽക്കണമെന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. പിന്നെ മാഷെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ടെത്തുമ്പോൾ ഈഴവ സമുദായത്തിൽ നമുക്കൊരു വോട്ട് ചോർന്നു പോയി എന്ന് തോന്നുന്നു എങ്കിൽ അത് ശരിയാണ്. ആ ശരി അദ്ദേഹം മനസ്സിലാക്കി, അതിൽ നിന്ന് പരുക്ക് മനസ്സിലാക്കി അത് തിരുത്താൻ അദ്ദേഹം തയ്യാറാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും പറഞ്ഞില്ല പിണറായി താട് അടിച്ച് പൊളിഞ്ഞു പോകുന്നു, 5 കൊല്ലം ഭരിച്ച്, അങ്ങനെ ശൈലി മോശം, മറ്റത് മോശം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പലതും ഇറക്കി അവസാനം ശബരിമല പെണ്ണിൻ്റെ ഇഷ്യൂ പറഞ്ഞ് ഈ രാജ്യത്തുള്ള സകല ആളുകളെ ഇറക്കി എന്തെല്ലാം ബഹളം നടത്തിയായിരുന്നു. എന്നിട്ടും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എങ്ങനെയിരുന്നു? അന്നാണ് കിറ്റ്, പെൻഷൻ സാധാരണക്കാരൊന്നും വിട്ടില്ല. അന്നത്തെ സാധാരണക്കാർക്ക് കിട്ടേണ്ട കിറ്റായാലും അതോടൊപ്പം പെൻഷനായാലും കൊടുത്തപ്പോൾ ഇവിടെ ധാരാളികളുടെ ഒരു ക്രൂരമ്പം ആ ഭരണത്തെ ഏറ്റില്ല. പിണറായിയുടെ സ്വഭാവത്തെപ്പറ്റിയും ആർക്കും എത്രയോ അദ്ദേഹത്തിൻ്റെ ശൈലിയെപ്പറ്റി പറഞ്ഞു. ഒരു ശൈലി ഏറ്റോ അന്ന് ഞാനൊരു നിലപാട് നടന്നപ്പോൾ ഇന്ന് പറയുന്ന ഇടതുപക്ഷത്തിന് എന്നെ ഇഷ്ടമല്ലോ. അപ്പോൾ അന്ന് ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് ഞാൻ എതിരായിരുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ പേരിൽ അവിടെ പുരുഷന്മാരെല്ലാം കൂടെ സത്യാഗ്രഹത്തിന് സമുദായത്തിൽപ്പെട്ടവർ പോയി ജയിലിൽ കയറുന്നതിന് അത് പോകരുതെന്ന് ഞാൻ പറഞ്ഞു. കോടതി ഉത്തരം നിരാശാജനകമെന്ന് പറഞ്ഞു. പക്ഷെ തെരുവ് യുദ്ധത്തിന് ഇറങ്ങരുതെന്ന് പറഞ്ഞപ്പോൾ ചില മറ്റുള്ളവർ BJP ഉൾപ്പെടെയുള്ളവർ എന്നെ ആക്രമിച്ചു. അന്ന് ഞാൻ കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞു, ഇപ്പം ഞാൻ കാവ്യാണെന്ന് പറയും. അപ്പോൾ ഞാൻ ഈ പ്രശ്നാധിഷ്ഠിതമായ അഭിപ്രായങ്ങളാണ് പറയുന്നത്. അതല്ലാതെ ഓരോ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു രാഷ്ട്രീയക്കാരൻ പ്രശ്നാധിഷ്ഠിതമായി നല്ലതിനെ ചീത്തതെന്ന് പറയുമ്പോൾ ഞാൻ ഇഷ്യൂ അടിസ്ഥാനത്തിൽ അഭിപ്രായം പറയുമ്പോൾ അതിനെ കാവ്യവൽക്കരിച്ചെന്നോ
അതല്ലെങ്കിൽ മറ്റു രീതിയിൽ പോയെന്നോ ഞാൻ വർഗീയവാദിയാണെന്നോ ഒക്കെ പറഞ്ഞ പലരുമൊക്കെ ഇതാണ്. ലീഗുകാർ എന്തെല്ലാമൊക്കെ പറഞ്ഞത്, അവരുടെ പോഷകങ്ങൾ എന്തെല്ലാമൊക്കെ പറഞ്ഞത്. അതിൽപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട റാവുത്തോർ സംഘടന വരെ, അത് ആകെ 15 പേരുകൾ, അവർ വരെ എനിക്കെതിരായിട്ട് പുറമേ പാസാക്കുന്നുണ്ട്. ഇതൊന്നും എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമില്ല. ഞാൻ സത്യം പറയുന്നു, ജനം അത് കുറേയെല്ലാം നേരാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതല്ലാതെ മാഷ് പറഞ്ഞ രാഷ്ട്രീയാഭിപ്രായമാണ്, അത് അദ്ദേഹത്തിന് പറഞ്ഞേ തീരുള്ളൂ. അതങ്ങനെ കണ്ടാൽ മതി. അതുകൊണ്ട് ഞാനും മാഷും തമ്മിൽ വലിയ തർക്കവും വഴക്കും നാളെ ഒരു ഗുസ്തി ഉണ്ടാക്കാമെന്ന് നിങ്ങൾ ആരെങ്കിലും കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനത് തയ്യാറല്ല. കാരണം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയും, അതവരുടെ രാഷ്ട്രീയ അഭിപ്രായമാണ്. ഞാൻ എൻ്റെ അഭിപ്രായം പറയും. ഇടതുപക്ഷത്ത് ഇത്തോളം പറ്റിയ പരാജയം എന്ന് പറഞ്ഞാൽ അവർ സാധാരണക്കാരെ മറന്നുപോയി. അവർ ചെയ്യേണ്ടത് എന്തായിരുന്നു? ഉമ്മൻചാണ്ടി 600 രൂപ കൊടുത്തുള്ളൂ എങ്കിൽ 1600 രൂപ ആക്കിയ ഇടതുപക്ഷം എന്തുകൊണ്ട് അവർക്ക് പാവപ്പെട്ടവരുടെ പെൻഷൻ കൊടുത്തില്ല? അതോടൊപ്പം തന്നെ കിറ്റ് കൊടുക്കാനൊത്തില്ലെങ്കിലും ഇവിടുത്തെ മാവേലി സ്റ്റോറിനകത്ത് പാറ്റ കയറി ഇറങ്ങുകയാണ്. ഒരു സാധനം അതിനകത്തില്ല, പാറ്റായ്ക്ക് പോലും കഴിക്കാനൊന്നുമില്ല. ഒന്നുമില്ലാതാക്കിയെങ്കിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറച്ച് കിട്ടുന്നൊരു വേദി അല്ലെങ്കിൽ അവസരം അകമായിരുന്നുവെങ്കിൽ ആ വേദി അടഞ്ഞു പോയില്ലേ? സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രശ്നമല്ലേ? ഇതെല്ലാം സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മനസ്സിൽ കയറി. അതും മാത്രമല്ല, ന്യൂനപക്ഷ പ്രീണനം, ഇതൊക്കെ മുമ്പ് ഒന്നുമില്ലാത്ത വിധത്തിലുള്ള പ്രീണനം. പാലത്തീൻ പ്രശ്നം ഉണ്ടാകുന്നതിന് വേണ്ടി മുസ്ലിം സമുദായത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാമാണ് ചെയ്തത്? എത്ര സമ്മേളനങ്ങളാണ് നടത്തിയത്? ഇതെല്ലാം വന്ന് കയറി ഇറങ്ങി പോയി എന്നുള്ളതല്ലാതെ വല്ല ഗുണവും കിട്ടിയ. മാത്രമല്ല, അവരെല്ലാം പ്രീണിപ്പിക്കാൻ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്തു. മാത്രമല്ല, ഈ അടിസ്ഥാന വർഗം പണിയെടുത്തും ചോര കൊടുത്തും വളർത്തിയെടുത്ത ഈ പ്രസ്ഥാനത്തിലെ പ്രവർത്തകരായ പലർക്കും അവസരം കൊടുക്കാതെ ന്യൂനപക്ഷങ്ങൾക്ക് ട്രിപ്പിൾ പ്രൊമോഷൻ, അതിൻ്റെ അപ്പുറത്തുള്ള പ്രൊമോഷനും അവരുടെ പ്രവർത്തന പാരമ്പര്യം പോലും നോക്കാതെ കൊടുത്തപ്പോൾ ഇതിനകത്തുള്ള ചെറുപ്പക്കാരായ ആളുകൾക്ക് കുറേ നിരാശാബോധം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് കിട്ടേണ്ട അവസരങ്ങൾ ഇന്നലെ വന്ന ആളുകൾക്ക് വളരെ നാളുകളായിട്ട് ഇവിടെ കിടന്ന് അവർ ചോരയും നീരും പ്രയത്നവും കൊടുത്ത് കഷ്ടപ്പെട്ട സാധാരണക്കാരായ, വിദ്യാഭ്യാസവും വിവരമുള്ള സാധാരണക്കാരായ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവരെല്ലാം തഴഞ്ഞുകൊണ്ട് മറ്റുള്ളവരവരുടെ മുകളിലേക്ക് മുകളിൽ സ്ഥാനം കൊടുത്ത് ഉയർത്തുമ്പോൾ അവരിലൊരു അസംതൃപ്തി, ഇതെല്ലാം കൂടെ വന്നു. പക്ഷെ നിങ്ങൾ നോക്ക്, റിസൾട്ട് വന്നപ്പോൾ എന്ത് പറ്റി? വടക്കെല്ലാം ഇവിടുത്തെ 20 മണി വടക്കുള്ള തീയരൊക്കെ ഇവിടുത്തെ പോയി. ഏറ്റവും നല്ലൊരു ടീച്ചറില്ല ഞാൻ. ആ ടീച്ചർ 1 ലക്ഷത്തിന് മേലാണ് തോറ്റത്. ഇന്നും സുധാകരന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. 1 ലക്ഷത്തിൽ വോട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ പുള്ളിക്ക് അങ്ങനെ ജീവിതത്തിൽ കഷ്ടിച്ച് ജയിക്കുക നോക്കുക എന്ന് വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് സുധാകരൻ 1 ലക്ഷത്തിന് മേൽ, സുധാകരൻ 1 ലക്ഷത്തിന് മേൽ വോട്ടിന് ജയിച്ച്. ആരുടെ വോട്ടാണ്? ഒറ്റക്കാരും മനസ്സിലാക്കി വെച്ചാൽ മതി. അഖിലേന്ത്യാ ലെവലിൽ മുസ്ലിം സമുദായം ഒരു തീരുമാനമെടുത്തു. അതായത് BJPയെ തുടച്ചു മാറ്റുവാൻ കോൺഗ്രസിനെ നമ്മൾ വോട്ട് ചെയ്യാവൂ എന്ന് മുസ്ലിം സമുദായം എടുത്ത അഖിലേന്ത്യാ ലെവലിലുള്ള തീരുമാനം അവർ നടപ്പിലാക്കി. അപ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുത്തത് എന്നാ കാര്യം? ഇവിടെ കോൺഗ്രസിന് കൊടുക്കണം. അത് കൊടുത്തു. അതുകൊണ്ടാണല്ലോ ഇവിടെ കോൺഗ്രസിൽ നിന്ന് മുസ്ലിം കാൻഡിഡേറ്റായിരുന്നല്ല ഇടതുപക്ഷത്തിൻ്റെ മണ്ണഞ്ചേരിന്ന് പോലും വോട്ട് കിട്ടിയ. ഇവിടെ പോയി ഏറ്റവും മുസ്ലിങ്ങളുള്ള സ്ഥലമല്ലേ മണ്ണഞ്ചേരി, ഇവിടെ പോയി വോട്ട്. അപ്പോൾ ആ ഒരു തീരുമാനം വന്നപ്പോൾ കോൺഗ്രസിന് വോട്ട് കിട്ടി. പിന്നെ ഇതൊന്നും വലിയ കഥയുള്ള കാര്യമല്ല. ഈ ജയിച്ചുകൊണ്ട് പണ്ടും LDF-ന് ഒറ്റ സീറ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളൂ. ഇത്തവണയും കിട്ടിയൊരു സീറ്റ് രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന് പിന്നെ പാലക്കാട് ഒരു സീറ്റ് ഇടതുപക്ഷത്ത് കിട്ടി. പണ്ട് ഇവിടെയാണ് കിട്ടിയത്, മാരാരിക്കുളത്ത്. അപ്പോൾ ഈ വോട്ടിൻ്റെ സിസ്റ്റം നമ്മൾ നോക്കിയാൽ തന്നെ ഇന്നും ഇടതുപക്ഷത്തിന് പാർലമെൻറ്റിലേക്കുള്ള വോട്ട് വരുമ്പോൾ കിട്ടാറില്ല. അതേ സമയത്ത് അസംബ്ലിയിലേക്ക് വരുമ്പോൾ നേരെ മറിഞ്ഞുമാണ്. അതെല്ലാം കണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് ഇത്ര സീറ്റ് കൊണ്ടുപോയല്ലേ. അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അങ്ങനെയാണ് കണ്ടത്. അടിച്ചു പൊളിച്ച് കയറിയില്ലേ നമുക്ക് ഇടതുപക്ഷം.
അപ്പം ഈ വോട്ടിംഗ് സിസ്റ്റത്തിൽ തന്നെ നമ്മുടെ ആളുകളുടെ മനസ്സിൽ രണ്ട് സൈസാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് അവിടെ കിട്ടിയില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഭരണത്തിൽ വരാൻ ഭൂരിപക്ഷം ഭരണത്തിൽ നിന്നല്ല, ഇവിടെ വേണ്ടത്ര പാർലമെൻ്ററിയന്മാരെ സൃഷ്ടിക്കാൻ സാധിച്ചില്ല എന്നുകൊണ്ട് ഇടതുപക്ഷം ഇവിടെ മുങ്ങിപ്പോയി എന്നാരും ധരിക്കരുത്. അടുത്തതിൽ എങ്ങനെ വരും എന്നുള്ളത് കണ്ടറിയണം. പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ, ഇടതുപക്ഷത്തിൻ്റെ ഐശ്വര്യം ആരാണ്? ഇടതുപക്ഷത്തിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ NDA ആണ്. ഈ ത്രികോണ മത്സരം വരുമ്പോൾ എത്ര സീറ്റിലാണ് അസംബ്ലിയിലേക്ക് ഇടതുപക്ഷം ജയിക്കുന്നത്? സിന്ധു അവരൊന്ന് മത്സരിക്കുന്നത്. അവിടെ ഉണ്ണിയാട് എന്ന സ്ഥലത്ത് ത്രികോണ മത്സരം വന്നു. BJP 30,000 വോട്ട് പിടിച്ചപ്പോഴാണ് മാടൻ ജയിച്ചു കയറിയത്. അതുപോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, വർക്കല കഹാറിന് എന്നും തോപ്പിച്ച് എങ്ങനെ BDJS-കാരൻ NDA-ക്കാരൻ നിന്ന് മത്സരിച്ച് അയാൾ ജയിച്ചു. അതുപോലെ അരൂർ എന്താണ് വോട്ട് കൂടുതൽ കിട്ടുന്നത്? ഇടതുപക്ഷത്തിന് വോട്ട് കിട്ടുന്നത് അത് NDA-ക്കാരൻ 30,000 പിടിക്കും, 20,000 പിടിക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ NDA എന്ന് പറഞ്ഞാൽ UDF-ന്റെ ഐശ്വര്യമാണ്. അപ്പോൾ ഈ ത്രികോണ മത്സരമാണ് എന്തുകൊണ്ടും തന്നെ പൂഞ്ഞാറിൽ കേരള കോൺഗ്രസ് എങ്ങനെ ജയിച്ചത്? അവിടെ നേരത്തെ കേരള കോൺഗ്രസ്സാണ് ജയിച്ചത്. ആ ത്രികോണ മത്സരത്തിലല്ലേ കേരള കോൺഗ്രസ് ജയിച്ചത്, ഇടതുപക്ഷം കൂടെ പിൻബലം കൊടുത്തപ്പോഴത്തേക്ക്. അപ്പോൾ ത്രികോണ മത്സരം പലപ്പോഴും കൊണ്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. പിന്നെ ഭാവിയിൽ അത് വളർന്നെങ്ങനെ വരും എന്നുള്ളത് കണ്ടറിയണം. അതാണ് CPM പറയുന്നത്. കാരണം ഇതൊരു BDJS RSSന്റെയും BJPയുടെയും റിക്രൂട്ട്മെന്റ് ഏജൻസിയായിട്ട് മാറി. വെള്ളാപ്പള്ളി നടേശന്റെ മകൻ NDAയുടെ നേതാവാണ്. ഭാര്യ RSSന്റെ പരിപാടികളിലൊക്കെ സജീവമായി പങ്കെടുക്കുന്നു. അത്തരത്തിൽ ഒരു RSS ഒരു ലെവലിലേക്ക് SNDP മാറുന്നു, പ്രത്യേകിച്ച് താങ്കളുടെ കുടുംബം മാറുന്നു എന്നുള്ളതാണ് CPMന്റെ ആരോപണം. എൻ്റെ കുടുംബത്തെ നന്നാക്കാൻ ഇവരാരും നോക്കണ്ട. എൻ്റെ കുടുംബക്കതിൽ ഏത് നിലപാട്, നമുക്കൊരു ഇഷ്യൂ വരുമ്പോഴുള്ള നിലപാടാണ് നിങ്ങൾ നോക്കേണ്ടത്. RSS ആണെന്ന് പറയും, നേരത്തെ ഞാൻ ആരാണെന്ന് പറഞ്ഞ് ഞാൻ കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞു. ഞാനന്ന് BJP-ക്കാർ എന്താ പറഞ്ഞു, ഞാൻ BJP-ക്കാരെല്ലാം കൂടെ എന്നെ എന്തുമാത്രം വട്ടയിട്ട് കുത്തി ഞാൻ കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞു. അത് ഞാൻ മാത്രമല്ല, ഞാൻ ചെറുപ്പം തൊട്ട് തന്നെ ഇവിടെ 7-ാം വാർഡിൽ 1965 നിന്ന് മത്സരിച്ചവരാണ്. അന്ന് എന്നെ കൊണ്ടാവായിരുന്നു. അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചതാണ്. അതിനുള്ളിൽ ഞാൻ 3 പ്രാവശ്യം ഈ ഇടതുപക്ഷത്തിൻ്റെ പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് നിന്ന നിലപാടിൽ നിന്ന് ഞാൻ മാറിയിട്ടില്ല. അച്യുതാനന്ദൻ ഭരിക്കുമ്പോഴല്ലേ 360 ദിവസം ഇവിടെ കൊണ്ടുവന്ന് പൊടികുത്തിക്കൊണ്ട് എന്നെ പീഡിപ്പിച്ചത്. അതിനു മുമ്പ് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് നേരെ കഴിഞ്ഞ ഉടനെ കാരുവള്ളി ദിവാകരനെ ഞാൻ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്തെല്ലാം പ്രക്ഷോഭം ഉണ്ടാക്കി. അപ്പോൾ ഇതൊക്കെ എൻ്റെ തലയിലെഴുത്താണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കെല്ലാം പാർട്ടി ഇങ്ങനെ എന്നെ പീഡിപ്പിക്കാറുണ്ട്. പക്ഷെ എന്നാലും നിലപാടിൽ നിന്ന് ഞാൻ മാറുകയില്ല. എനിക്കൊരു നിലപാടുണ്ട്. സമുദായങ്ങൾക്ക് ഒരു BJP അനുകൂല RSS അനുകൂല മനോഭാവത്തിലേക്ക് സമുദായങ്ങൾ മാറുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, കാരണം മാറ്റാൻ പാടില്ലല്ലോ. കാരണം ഇവിടെ കേരള പരിസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം RSS നിന്നും വളരാനുള്ള അവസരം കൊടുക്കാതെ നോക്കേണ്ടതാരാണ്? മറ്റു പാർട്ടികൾ നോക്കണ്ടേ? ഇവിടെ എന്താണ് ഈ ചെറുപ്പക്കാർക്കെല്ലാം അവസരം നിഷേധിക്കപ്പെട്ടു. അവർക്ക് കോൺഗ്രസ് പോകാൻ കഴിയില്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് വിരോധം വന്നപ്പോൾ ആ പിള്ളേർ കൊണ്ട് കൊടുത്തത് BJP-ക്കായിരിക്കാം കുറേ. ഈ ഇവിടെ വടക്കോട്ട് കിട്ടാമെന്ന് ഞാൻ കാരണമാണ്. അവിടെയുള്ള തീയർക്കെല്ലാം വോട്ട് കിട്ടാമെന്നല്ല, പിണറായിയുടെ കാരണമാണല്ലോ. അതുപോലെ മാർഷൽ സ്ഥലമാണല്ലോ. എന്തുകൊണ്ട് മലബാർ പ്രദേശത്ത് വോട്ട് കിട്ടിയില്ല? കാരണം ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ അങ്ങനെ ഒരു RSS BJP അനുഭാവം അല്ലെങ്കിൽ അവരോടുള്ളൊരു അസ്പർശ്യത കുറഞ്ഞു വരുന്നതായിട്ട് സെക്രട്ടറിക്ക് തോന്നുന്നുണ്ടോ? സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യമാണ് ഞാൻ ഈ ചോദിച്ചെന്ന് പറ. ഇവിടുത്തെ കാര്യം പറഞ്ഞ് എന്നെ തോണ്ടാതെ വടക്കത്തെ കാര്യം ഇവിടെ പറ. അതൊക്കെ ആ വടക്കത്തെ കാര്യം പറയുമ്പോൾ കണ്ണടച്ച് നിൽക്കുക, തെക്കത്തെ കാര്യം പറയുമ്പോൾ കണ്ണ് തുറന്ന് നോക്കുക. അത് വേണ്ട. നമ്മൾ ഇട്ടത്തവ നമ്മൾ മൊത്തം നോക്കുക. മൊത്തം നോക്കുമ്പോൾ ഒരു പ്രതിഭാസമായിരുന്നു. ആ പ്രതിഭാസമൊന്നും താൽക്കാലികമാണ്. നിങ്ങൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നോക്കിക്കോളൂ. ഇന്നും ഇടതുപക്ഷത്തിന് ആർക്കും തള്ളാവുന്ന ഒരു സംഘടന അല്ല. ഇടതുപക്ഷം അടുത്ത തെരഞ്ഞെടുപ്പ് വന്നാലും 3-ാം തവണയും അവർ ഭരണത്തിൽ വന്നാൽ സാധിക്കുമെങ്കിൽ അത് തള്ളിക്കളയാൻ സാധിക്കില്ല. തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന് പറയുന്നത് ഇവിടെ ത്രികോണ മത്സരം വന്നാൽ അതിനെല്ലാ ഗുണങ്ങളും ഇടതുപക്ഷത്തിന് കിട്ടും. അടുത്ത
അഞ്ചും 10 കൊല്ലം ഭരിച്ചു. ഇനി 5ാമത്തെ കൊല്ലം ഭരിക്കാനും ഒരവസരം ചിലപ്പോൾ കിട്ടിയേക്കും. പക്ഷെ അതിന് ഉള്ളവരെ കൂടെ പറഞ്ഞ് ശത്രുപക്ഷത്താക്കി അവനെ കൂടെ അവിടെ കൊണ്ട് ആണിയടിക്കാതിരുന്നാൽ മതി. കാരണം ഇവിടെ ചെറുപ്പക്കാരുടെ കാലമാണ്, ടെക്നോളജി മാറി, പണ്ടത്തെ കമ്മ്യൂണിസ്റ്റല്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ജയരാജൻ മാസ്റ്റർ പറഞ്ഞില്ലേ, പരിപ്പോടെയും ബീഡിയും തിന്ന് നടന്ന കാലമല്ല ഇപ്പോൾ സൂപ്പർ സ്റ്റൈല് കഴിയുന്ന കാലമാണ്. അപ്പോൾ കാലഘട്ടം മാറിയതനുസരിച്ച് ശൈലികൾ മാറണം. അതായത് CPM അതിന്റെ ശൈലി മാറ്റിയാൽ നഷ്ടപ്പെട്ടു പോയ ഈഴവോട്ടുകൾ തിരിച്ചു വരാം. തീർച്ചയായിട്ടും നഷ്ടപ്പെട്ട് ഈഴവും പോയാൽ ഇവിടം വരെ പോകും. അവരെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, അവരെ കൂടെ പരിഗണിക്കണപ്പാ. നിങ്ങൾ അവരുടെ എന്ത് കാര്യത്തിൽ പരിഗണിച്ചിട്ടുണ്ടോ നിങ്ങൾ പറ. സ്ഥാനാർത്ഥികൾക്ക് പരിഗണിച്ചിട്ടുണ്ടോ? ഇവിടെ നിങ്ങൾ ആലോചിച്ചോ, PSC മെമ്പർമാരിൽ വല്ല പരിഗണനയും കൊടുത്തിട്ടുണ്ടോ? മന്ത്രിമാരുടെ എണ്ണത്തിൽ പരിഗണന കൊടുത്തിട്ടുണ്ടോ? CPMന്റെ പരാജയം കാരണം അണികൾക്ക് കൃത്യമായി അറിയാം. എന്നാൽ ഈ കാരണങ്ങളൊന്നും പുറത്തു പറയാൻ പറ്റില്ല എന്നൊക്കെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത്.